എവ്രിവൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് പൂരി മസാല തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. പൂരിയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ 3 ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ പൊട്ടറ്റോ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം കുക്കർ തുറന്നാൽ മതിയാകും. ഇനി നമുക്ക് ഈ പൂരി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പ് കയ്യിലുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടില്ല. കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ 3-4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയാണ് ചേർക്കാനുള്ളത്. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ചേർത്തത്. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അല്പം കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച ആ വെള്ളത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പൂരി ഭാജിക്ക്. ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ശരിക്കുള്ള ആ ഒരു പൂരി ഭാജിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഞാൻ സാധാരണയായിട്ട് പൂരി ഉണ്ടാക്കുമ്പോൾ അതിൽ മൈദയൊന്നും ചേർക്കാറില്ല. ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് കാണുക. ഞാനിത് കുറച്ച് സമയം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പൂരി ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കണം. ഇങ്ങനെ അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർക്കുമ്പോൾ ഈ ഒരു പൂരി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേർക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം.
നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഗോതമ്പ് മാവും ഒരല്പം റവ ചേർത്തിട്ടുണ്ട്. മൈദ ഒട്ടും തന്നെ ചേർക്കാറില്ല. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പൂരിയും ഇവിടെ റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂരിയും പൂരി മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്